ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ടോർഷൻ പെൻഡുലമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതുപോലെ സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതിൻ്റെ ടോട്ടൽ എനർജി, ആവറേജ് എനർജി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു. സോ എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ ഈ പറഞ്ഞ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആയി ബന്ധപ്പെട്ട ചില എക്സാമ്പിൾസ് ആണ് ഇനി വരുന്ന ടോപ്പിക്കുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഒരു എക്സാമ്പിളാണ് ടോർഷൻ പെൻഡുലം എന്ന് പറയുന്നത്. ടോർഷൻ പെൻഡുലം. അപ്പോൾ ഈ ടോർഷൻ പെൻഡുലം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഫെമിലിയർ അല്ലാത്ത ഒന്നാണ്. നിങ്ങളുടെ ആദ്യത്തെ 2 വർഷത്തെ ഡിഗ്രി ക്ലാസ്സുകളിൽ നിങ്ങൾ ടോർഷൻ പെൻഡുലം എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോർഷൻ പെൻഡുലത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ടോർഷൻ പെൻഡുലം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആവുന്നത്, അതുപോലെ എന്താണ് ഒരു ടോർഷൻ പെൻഡുലം എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എ ടോർഷൻ പെൻഡുലം, എന്താണ് ഒരു ടോർഷൻ പെൻഡുലം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, സോ എ ടോർഷൻ പെൻഡുലം consists of a heavy disc having a moment of inertia. നമ്മൾ അതിനെ I എന്ന് വിളിക്കുന്നു. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I, suspended by a metallic wire whose one end is fixed on a rigid support. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ടോർഷൻ പെൻഡുലം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ടോർഷൻ പെൻഡുലത്തിൽ നമുക്ക് ആദ്യം ഉള്ളത് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഡിസ്ക്കാണ്. ഓക്കെ, ഒരു ഹെവി ഡിസ്ക്കാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു. ഈ ഡിസ്കിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു മെറ്റാലിക് വയർ, ഈ ഡിസ്കിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു മെറ്റാലിക് വയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിജിഡ് സപ്പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റാലിക് വയർ ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ ഡിസ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റിൽ നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ തൂക്കി നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഒരു ടോർഷൻ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പെൻഡുലം എന്തായിരുന്നു എന്നറിയാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ഇതേപോലെ തന്നെ ഒരു റിജിഡ് സപ്പോർട്ടിൽ നമ്മളൊരു നൂല് ഉപയോഗിച്ച് ഒരു ബോബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹാങ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റമായിരുന്നു സിമ്പിൾ പെൻഡുലം. അതേസമയം അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ടോർഷൻ പെൻഡുലം എന്ന് പറയുന്നത്. ടോർഷൻ പെൻഡുലത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഡിസ്ക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഡിസ്ക് തന്നെ ആവണം എന്നില്ല, വേണമെങ്കിൽ നമുക്കൊരു ഹെവി ആയിട്ടുള്ള മെറ്റാലിക് സ്പിയർ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. നമ്മളിവിടെ എടുക്കുന്നത് ഡിസ്ക് ആണെന്നേ ഉള്ളൂ. ഒരു ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ഡിസ്കിനെ ഒരു മെറ്റാലിക് വയർ ഉപയോഗിച്ച്, കാരണം ഡിസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മളൊരു മെറ്റാലിക് വയർ ഉപയോഗിച്ച് ഒരു ഫിക്സഡ് പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സപ്പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ടോർഷൻ പെൻഡുലം എന്ന് വിളിക്കുന്നത്. സപ്പോസ് നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഈ ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ് എന്ന് വിചാരിക്കുക. അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I ആണ്. അതായത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I ആണെന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് പല ആക്സിസ് വെച്ച് പറയാം. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ഡിസ്ക് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ. ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ കൂടി വെർട്ടിക്കലായിട്ട് ഒരു ആക്സിസ് പാസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്ത ഈ മെറ്റാലിക് വയർ എന്ന് പറയുന്നത് ഈ ഡിസ്കിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിനെ വെച്ച് ആ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഒരു ടോർഷൻ പെൻഡുലം എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളിവിടെ ഈ ടോർഷൻ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ലെറ്റ് ദിസ് L be the length of this torsion
പെൻഡുലം. ഇനി നമ്മൾ ഈ ടോർഷൻ പെൻഡുലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ UG നിങ്ങളുടെ ലാബുകളിൽ ടോർഷൻ പെൻഡുലം ഉപയോഗിച്ച് നമുക്ക് പല തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ടോർഷൻ പെൻഡുലം ഉപയോഗിച്ച് ഈ പറഞ്ഞ ഡിസ്കിൻ്റെ ഇതിൻ്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതുപോലെ അതുപയോഗിച്ച് നമുക്കിതിൻ്റെ ഈ വയറിൻ്റെ റിജിഡിറ്റി മോഡുലസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണുക, റിജിഡിറ്റി മോഡുലസ് കാണുക, ഇതിൻ്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻ കാണുക, ഇങ്ങനെ ഇതൊക്കെ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ടോർഷൻ പെൻഡുലം ഉപയോഗിച്ച് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലാബുകളിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ പോകുന്നില്ല, മറിച്ച് ഒരു ടോർഷൻ പെൻഡുലത്തിൻ്റെ തിയറട്ടിക്കൽ സൈഡ്, ഓക്കെ, എങ്ങനെയാണ് ഒരു ടോർഷൻ പെൻഡുലം ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആവുന്നത് എന്നുള്ളതിൻ്റെ ഒരു തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. നൗ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇതാണ്, ദ ഡിസ്ക് ഈസ് ട്വിസ്റ്റഡ് സ്ലൈറ്റ്ലി ബൈ അപ്ലൈയിങ് എ ടോർക്ക് ആൻഡ് ഈസ് റിലീസ്ഡ്. അതായത് ഹിയർ ദ ഡിസ്ക് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് ഈ മെറ്റാലിക് ഡിസ്ക്, ദ ഡിസ്ക് ഈസ് ട്വിസ്റ്റഡ് സ്ലൈറ്റ്ലി ബൈ അപ്ലൈയിങ് എ ടോർക്ക്, ആൻഡ് ഈസ് റിലീസ്ഡ്. ഓക്കെ, അതായത് ചെയ്തത് എന്താണ്, നമുക്കിപ്പോൾ ഇവിടെ ഈ ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഡിസ്ക് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസ്കിനെ ഒരു സൈഡിലേക്ക് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ മേലെ എന്ത് അപ്ലൈ ചെയ്യണം, ഇവിടെ റൊട്ടേഷനാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടോർക്ക് എന്ന് പറയും. നമുക്കറിയാം ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ അനലോഗിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡിസ്കിനെ ഒരു സൈഡിലേക്ക് നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന മോഷൻ എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫോഴ്സ് എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്താണ്, ടോർക്ക് എന്ന് പറയുന്ന ടേമാണ്. സോ ഒരു ടോർക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഡിസ്കിനെ എന്ത് ചെയ്യുന്നു, ഒരു ഡയറക്ഷനിലേക്ക് മെല്ലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ റിലീസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അതിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും നമുക്കറിയാം. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഓസിലേഷൻസ് സംഭവിക്കും. അതായത് നമ്മൾ ഇതിനെ റിലീസ് ചെയ്യുന്നു, ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കാരണം നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത് വഴി അതിൽ എന്ത് ഡെവലപ്പ് ചെയ്തു, ഒരു റീസ്റ്റോറിങ് ടോർക്ക് ഡെവലപ്പ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, റൊട്ടേഷണൽ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു എന്ന് പറയാം. അങ്ങനെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ മീൻ പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഈ പറഞ്ഞ ഡിസ്ക് എന്ത് സംഭവിക്കും, നമ്മളിത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്കിന് ഒരു റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഒരു ടോർഷണൽ ഓസിലേഷൻ നടക്കുമെന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ it will execute torsional oscillations. എന്താണ് ഈ ടോർഷണൽ ഓസിലേഷൻസ് എന്ന് പറയുന്നത്? ടോർഷണൽ ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് കൊണ്ട്, ഓക്കെ, നമ്മൾ ട്വിസ്റ്റിംഗ് മോഷനാണ് ഇവിടെ പറയുന്നത്. ഈ ഡിസ്കിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഒരു ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഓസിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിക്കലി ടോർഷണൽ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമുക്കറിയാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്, യൂസിങ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഈ സിസ്റ്റത്തിൻ്റെ, ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ടോർഷണൽ ഓസിലേഷൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് ആണെന്നും അതുവഴി അതിൻ്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻസും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ യൂസിങ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, conservation of energy, using the law of conservation of energy, we can show that the torsional oscillations are simple harmonic. The torsional oscillations are simple harmonic.
the torsional oscillations are simple harmonic, and find out the period of oscillations. And find out the period of oscillations. And find out the period of oscillations. Okay. അപ്പോൾ നമ്മൾ ഇതാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം. അതിനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്ത ഈ മെറ്റാലിക് വയറിൻ്റെ ലെങ്ത് എന്തായിരുന്നു? ലെറ്റ് എൽ ബി ദി ലെങ്ത് ഓഫ് ദ വയർ. ലെറ്റ് എൽ ബി ദി ലെങ്ത് ഓഫ് ദി വയർ. അതുപോലെ ലെറ്റ് സ്മോൾ ആർ ബി ദി റേഡിയസ് ഓഫ് ദ വയർ. നമ്മൾ കൺസിഡർ ചെയ്ത ആ മെറ്റാലിക് വയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് ദി വയർ. അതുപോലെ ലെറ്റ് സി ബി ദി കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. സി ബി ദി കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. എന്താണ് ഈ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിവിടെ ചെയ്ത കാര്യം എന്തായിരുന്നു? നമുക്ക് ഇങ്ങനെയുള്ള ഒരു മെറ്റാലിക് ഡിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിസ്കിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു എൽ ലെങ്ത് ഉള്ള സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു മെറ്റാലിക് വയർ ഉപയോഗിച്ച് നമ്മളൊരു റിജിഡ് സപ്പോർട്ടിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിസ്കിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത്. ഇനീഷ്യലി ഇത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ, ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു റെഫറൻസ് ആക്സിസ് ഞാൻ വരയ്ക്കുകയാണ്. ഇത് സെൻറ്ററാണ്, ഇതിൻ്റെ റെഫറൻസ് ആക്സിസ് ആണെങ്കിൽ നമ്മളിവിടെ ഒരു ട്വിസ്റ്റിംഗ് കപ്പിൾ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ ഡിസ്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഡിസ്ക് എന്ത് ചെയ്യും? ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. അതുവഴി ഇവിടെ എന്ത് ചെയ്യപ്പെടും? ഒരു ആംഗിൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ. ഓക്കെ, അപ്പോൾ തീറ്റ ആംഗിളാണ് നമ്മൾ ഈ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ ട്വിസ്റ്റ് ചെയ്യുന്നത് വഴി തീറ്റ ആംഗിളാണ് നമ്മൾ ഈ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്തതെന്ന് പറയും. ഇങ്ങനെ സാധാരണഗതിയിൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കിനെ ഒരു യൂണിറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട ടോർക്കിനെയാണ് നമ്മൾ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുക. എന്താണ്? ഈ ഡിസ്കിനെ യൂണിറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ. യൂണിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം റേഡിയൻ ആണ്. അപ്പോൾ ഒരു റേഡിയൻ എന്ന് നമുക്ക് പറയാം യൂണിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. സോ ഒരു റേഡിയൻ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട ടോർക്കിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുക. സോ ഈ കേസിൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് C ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം, ദി ടോട്ടൽ എനർജി of the system is equal to kinetic energy of the body. Total energy എന്ന് പറയുന്നത് the kinetic energy of the body plus the work done in twisting the wire ആണ്. plus the work done in twisting the wire. അതായത് നമ്മൾ ഈ പറഞ്ഞ ഡിസ്കിനെ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മെറ്റാലിക് വയർ എന്ത് സംഭവിക്കും? മെറ്റാലിക് വയറിനൊരു ട്വിസ്റ്റ് ഉണ്ടാവും. മെറ്റാലിക് വയർ ട്വിസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതായത് നമ്മൾ ഈ മെറ്റാലിക് വയറിൻ്റെ ഒരു വലിയ ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. മെറ്റാലിക് വയറിനെ ഒരു എൻലാർജ്ഡ് വ്യൂ നമ്മൾ എടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും മെറ്റാലിക് വയറിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ എടുക്കുമ്പോൾ നമുക്കൊരു സിലിണ്ടർ ആയിട്ടാണ് കാണുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിലിണ്ടർ എടുത്താൽ ഈ മെറ്റാലിക് വയർ ആദ്യം ട്വിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഡിസ്കിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മെറ്റാലിക് വയറും എന്ത് ചെയ്യപ്പെടും? ട്വിസ്റ്റ് ചെയ്യപ്പെടും. മെറ്റാലിക് വയറും ട്വിസ്റ്റ് ചെയ്യപ്പെടും. കാരണം മെറ്റാലിക് വയർ ഈ ഡിസ്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് ക്ലാമ്പ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ മെറ്റാലിക് വയർ ട്വിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ മെറ്റാലിക് വയർ ട്വിസ്റ്റ് ചെയ്യപ്പെടുമ്പം മെറ്റാലിക് വയറും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഇവിടെയും ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. സോ സപ്പോസ് നമ്മുടെ ആംഗിൾ എന്ന് പറയുന്ന ഒരു ഫൈ എന്നോ വല്ലതും എടുക്കുകയാണെങ്കിൽ ഈ മെറ്റാലിക് വയറിനും എന്ത് സംഭവിക്കുന്നുണ്ട്? ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഒരേ സമയം നമ്മൾ ഈ ട്വിസ്റ്റിംഗ് വഴി ഇവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി പ്ലസ് ഈ ട്വിസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഇതിന് മേൽ അപ്ലൈ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ അതാണ് പൊട്ടൻഷ്യൽ എനർജി. സോ ദ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്
ടോട്ടൽ എനർജി എന്ന് പറയാം. സോ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഈസ് കൈനറ്റിക് എനർജി. നമുക്കറിയാം ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. കാരണം ഇവിടെ നടക്കുന്ന മോഷൻ എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനാണ്. ഡിസ്കിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ സ്വാഭാവികമായിട്ടും റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം ലീനിയർ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണെന്നറിയാം. അങ്ങനെയാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഇറ്റ് ഇസ് ഹാഫ് മാസിന് അനലോഗസ് ആയിട്ടുള്ള റൊട്ടേഷണൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷിയാണ്. വെലോസിറ്റിക്ക് അനലോഗസ് ആയിട്ടുള്ള റൊട്ടേഷണൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. സോ ഹാഫ് I ω² എന്ന് വരും. സോ ദിസ് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് I ω² പ്ലസ് വാട്ട് ഈസ് ദി വർക്ക് ഡൺ ഇൻ ട്വിസ്റ്റിംഗ് ദ വയർ, അല്ലെങ്കിൽ ദ വർക്ക് ഡൺ ഇൻ ട്വിസ്റ്റിംഗ് ദിസ് ഡിസ്ക്. ഡിസ്കിനെ ട്വിസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് വർക്ക് ഈസ് ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു c⁻² ആണ്. ഇത് ഓർത്തിരിക്കുക. ദിസ് ഈസ് ഹാഫ് ഇൻറ്റു c⁻² ആണ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഈസ് നത്തിങ് ബട്ട് ദി ടോർക്ക് required for rotating this wire through a unit angle. ഒരു യൂണിറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോർക്കിനെയാണ് നമ്മൾ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് നമ്മൾ പറഞ്ഞു യൂണിറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോർക്കിനെയാണ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് c⁻θ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ടോർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഹാഫ് c⁻² ആയിരിക്കും. നമ്മൾ നേരത്തെ നമുക്കറിയാം ഈ സാധാരണ ഓസിലേഷൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് -kx എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് kx² ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ റീസ്റ്റോറിങ് ടോർക്ക് എന്ന് പറയുന്നത് c⁻θ ആണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു c⁻² ആയിരിക്കും. ഓക്കെ, അതായത് ഈ c⁻θ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഫ്രം 0 to തീറ്റ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് എന്ന് പറയുന്നത് ഹാഫ് c⁻² എന്ന് കിട്ടും. സോ ദിസ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ദി റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് I ω² പ്ലസ് ദ വർക്ക് ഡൺ ഇൻ ട്വിസ്റ്റിംഗ് ദ വയർ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു c⁻² ആണ്. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ശ്രദ്ധിക്കുക. എന്താണ് ഈ ഡിസ്കിലെ തീറ്റ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഈ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീറ്റ ആംഗിളാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ തീറ്റയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇക്വേഷനിലുള്ള തീറ്റ എന്ന് പറയുന്നത്. ഹാഫ് I ω² പ്ലസ് ഹാഫ് c⁻² ആണ്. സോ ദിസ് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു I ഇൻറ്റു വാട്ട് ഈസ് ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ തീറ്റ ആംഗിൾ മൂവ് ചെയ്യുന്ന കേസിലുള്ള ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ ഈസ് dθ/dt ആണ്. സോ ദിസ് ω² എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് dθ/dt² പ്ലസ് ഹാഫ് ഇൻറ്റു c⁻² ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഹാഫ് I ഇൻറ്റു dθ/dt² പ്ലസ് ഹാഫ് c⁻² എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം ഇങ്ങനെ ഒരു കേസിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ് ആയിരിക്കും. ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. അങ്ങനെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ dE/dt എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0 ആയിരിക്കും. കാരണം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കണം വരേണ്ടത്. അതായത് ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ടോട്ടൽ എനർജി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല എന്നുള്ളതാണ്. ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ dE/dt എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിലത്തെ എക്സ്പ്രഷനിൽ dE/dt ഒന്ന് എടുത്ത് നോക്കുന്നു. സോ ദിസ് ഈസ് ഹാഫ് I ഇൻറ്റു dθ/dt² ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 ഇൻറ്റു dθ/dt ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് dθ/dt എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് d²θ/dt² എന്ന് വരും. പ്ലസ് 1/2c കോൺസ്റ്റൻ്റ് ആണ്. θ² ഡെറിവേറ്റീവ് എടുത്താൽ 2θ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവും കൂടി വരുമ്പോൾ അത് dθ/dt എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ 2ഉം ഈ 2 എല്ലാം ക്യാൻസൽ ആവും. ദിസ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു dθ/dt ഇൻറ്റു d²θ/dt² പ്ലസ് ഇവിടെയും 2ഉം 2ഉം ക്യാൻസൽ ആവും. c⁻θ ഇൻറ്റു dθ/dt. ഇതാണ് എന്ത്?
ഡി ഇ ബൈ ഡി ടി. പക്ഷെ നമുക്കറിയാം ഡി ഇ ബൈ ഡി ടി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 0 കാരണം ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ് ആണ്. നൗ നമ്മൾ ഈ ഇക്വേഷനെ ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് വിത്ത് ഡി തീറ്റ ബൈ ഡി ടി. ഞാൻ ഇക്വേഷനെ ഡി തീറ്റ ബൈ ഡി ടി കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 തന്നെ വരും. ഈ സൈഡ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി തീറ്റ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് കിട്ടിയത് ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി തീറ്റ ഈസ് ഈക്വൽ ടു 0 ഓർ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ഡിവൈഡഡ് ബൈ ഐ, ഞാൻ ഐ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ? വാട്ട് ഈസ് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ? ഇത് നമുക്കറിയാം, ഇറ്റ് ഈസ് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദിസ് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ ഐ ഇൻറ്റു തീറ്റ എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആംഗുലാർ ആക്സിലറേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് എന്താണ് ഇതിൻ്റെ അർത്ഥം? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ എന്നുള്ളതാണ്. സി ബൈ ഐ എന്ന് പറയുന്ന ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു മൈനസ് തീറ്റ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ആണെന്ന് വിളിക്കുക. സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് ഫോമിലുള്ള ഒരു ഇക്വേഷനാണ്? ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണെന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ ടോർഷണൽ ഓസിലേഷൻ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഓസിലേഷൻസ് ആണ്? ഇറ്റ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണെന്ന് കിട്ടി. Okay, so here angular acceleration is proportional to angular acceleration എന്ന് പറഞ്ഞാൽ d square theta by dt square is proportional to angular displacement. ഏതാണ് angular displacement? theta. Okay, d square theta by dt square is proportional to minus theta is proportional to angular displacement ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. കാരണം ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും തീറ്റ ആംഗിളാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തത്. ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ഈസ് ഓപ്പോസിറ്റ് ടു ഇറ്റ് കാരണം എന്താ? നമുക്കിവിടെ കിട്ടിയത് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു മൈനസ് ഓഫ് തീറ്റ എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ്? ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ളതാണ്. ഓക്കെ, നൗ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹെൻസ് the oscillations of a torsion pendulum, hence the oscillations of a torsion pendulum are simple harmonic. അതുകൊണ്ട് തന്നെ ഒരു ടോർഷൻ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കിവിടെ കിട്ടിയത് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ ഐ ഇൻറ്റു തീറ്റ എന്നാണ് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ പറയാം, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ബൈ ഐ ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. അതുപോലെ എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? The standard equation of a simple harmonic motion is d square y by dt square plus this omega square y is equal to 0 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ, കമ്പയറിങ് ദീസ് ഇക്വേഷൻസ് വി ക്യാൻ റൈറ്റ് ദിസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? സി ബൈ ഐ ആണെന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടുന്ന് ദിസ് ഇംപ്ലൈസ് ഒമേഗ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സി ബൈ ഐ ആണ്. പീരിയഡ് ഓഫ് ഓസിലേഷൻ, ഈ കേസിൽ പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് ഓസിലേഷൻ ടി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ ഒമേഗയാണ്. സോ ദിസ് ഈസ് 2π ഡിവൈഡഡ് ബൈ ഒമേഗ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് സി ബൈ ഐ, or which is equal to 2π into square root of I divided by C ആണെന്ന് കിട്ടും. So this is the time period of oscillation of a torsion pendulum.
അപ്പോൾ എന്താണ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് I/c ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം ഒരു ടോർഷൻ പെൻഡുലത്തിൻ്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ? ഒന്ന്, I എന്ന് പറയുന്നത് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. C എന്ന് പറയുന്നത് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം, നമ്മളിവിടെ ഉപയോഗിച്ച എന്താണ്? ഡിസ്ക് ആണ്. വാട്ട് ഈസ് ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ. ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് mr²/2 ആണ്. എവർ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഡിസ്ക്, ഡിസ്കിൻ്റെ മാസ് എമ്മും അതുപോലെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ഡിസ്കും ആണ്. ഓക്കെ, അപ്പോൾ എം മാസ് ഓഫ് ദ ഡിസ്കും R റേഡിയസ് ഓഫ് ദ ഡിസ്കും ആണെങ്കിൽ ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണെന്ന് നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. സോ ഇതിന് നമുക്ക് I എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റും. നൗ വാട്ട് ഈസ് C? C എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു അതെന്താണ്? കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണെന്ന് പറഞ്ഞു. കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. അപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ വയർ, നമ്മളിങ്ങനെ ഒരു മെറ്റാലിക് വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് πnr⁴/2. ഇതൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനാണ്. ഇത് നിങ്ങൾക്ക് മറ്റ് പല സ്ഥലങ്ങളിലും നിങ്ങൾ മെക്കാനിക്സിൽ ഇത് എങ്ങനെയാണ് ഈ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് πnr⁴/12 വരുന്നത് നിങ്ങൾ പഠിക്കും. അതായത് ഒരു സിലിണ്ട്രിക്കൽ വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് πnr⁴/12 ആണ്. വേർ R എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ദ വയറാണ്. ഈ മെറ്റാലിക് വയറിൻ്റെ റേഡിയസ് ആണ്. അത് നമുക്കൊരു സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. L എന്ന് പറയുന്നത് എന്താണ്? ഈ വയറിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി വയറാണ്. പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഉള്ളത് N ആണ്. N ഈസ് ദി റിജിഡിറ്റി മോഡുലസ് ഓഫ് ദ വയർ. N ഈസ് ദി റിജിഡിറ്റി മോഡുലസ് ഓഫ് ദി വയർ. ഓക്കെ, സോ നമുക്ക് റിജിഡിറ്റി മോഡുലസ്, ഒരു വയറിൻ്റെ റിജിഡിറ്റി മോഡുലസ്, അതിൻ്റെ റേഡിയസ്, അതിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ C കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും അറിയാമെന്നുണ്ടെങ്കിൽ ഈ ടോർഷൻ പെൻഡുലത്തിൻ്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ജനറലി നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ എക്സാക്ട്ലി ഈ റൂട്ടിൽ കൂടിയല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു ടോർഷൻ പെൻഡുലം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്നൊരു എക്സാമ്പിളാണ്. അതിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതിയത്. അതിൽ നിന്ന് അതിൻ്റെ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, സോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ടോർഷൻ പെൻഡുലം ഉപയോഗിച്ച് നമ്മൾ പീരിയഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുക, ഒരു വയറിൻ്റെ റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആ സമയത്ത് നിങ്ങൾ പഠിക്കും. ഓക്കെ, താങ്ക് യു.